ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചീപ്പായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള വീഡിയോ ആയിരിക്കും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ എല്ലാവരും ഒരു ചെയിൻ്റെ ക്ലീനറും കാണും, ഒരു ചെയിൻ ലൂബും കാണും, പിന്നെ ഒരു ബ്രഷ് ആയിരിക്കും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു ചെറിയ ബോട്ടിൽ ചെയിൻ ലൂബിന് തന്നെ 200 തൊട്ട് 250 വരെ റേഞ്ച് പോകുന്നതാണ് ഈ സാധനത്തിന്. ഇത് ചെയിൻ ലൂബാണ്. ഇതേപോലെ തന്നെ ഇത്രയും ചെറുത് തന്നെ ഒരു ചെയിൻ ക്ലീനർ കൂടെ വരും. അതും ഏകദേശം സെയിം റേറ്റൊക്കെ തന്നെ വരുന്നത്. ആ ഒരു പൈസ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു കുപ്പിക്കകത്ത് 50 രൂപേൻ്റെ ഡീസലേ ഉള്ളൂ. ഈ ഡീസൽ എനിക്ക് ഒരു 10-20 തവണ എൻ്റെ ചെയിൻ ക്ലീൻ ചെയ്യാൻ പറ്റും. മറ്റേ ചെയിൻ ക്ലീനർ വെച്ച് കൂടിപ്പോയ ഒരു 6-7 ടൈംസേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് 250 റുപ്പീസ് ആകും. ഇത് ജസ്റ്റ് 50 രൂപേൻ്റെ സാധനമേ ഉള്ളൂ. ചിലർ പറയും ഡീസൽ വെച്ച് ചെയ്ത അഴുക്കാണ്. ഡീസൽ ഏറ്റവും ബെസ്റ്റ് ക്ലീനർ കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അത് നിങ്ങൾ ഇനി ഷോറൂമിൽ പോയി ചെയ്യുമോ എങ്ങനെ, അവർ നല്ല ഒരു പ്രൊഫഷണൽ രീതി ചെയ്യും. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ചെയിനകത്ത് ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചെയിൻ ഒന്ന് ബ്രഷ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് തൂത്ത് കഴിഞ്ഞിട്ട് ഒരു തുണി വെച്ച് തുടച്ചിട്ട് ചെയിൻ ലൂബ് അടിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ബൈക്കെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ചെയിൻ ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ മുമ്പ് എനിക്കൊരു RR 310 ഉണ്ടായിരുന്നു. അതിന് പോലും എനിക്ക് ചെയിൻ സ്പ്രോക്കിന് 22,000 കിലോമീറ്റർ ലൈഫ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സ് അഴുക്കായിരുന്നതിൽ ആ ചെയിൻ പണ്ടേ നശിക്കേണ്ടായിരുന്നു. ഒരു 10-12,000 നശിക്കേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇതൊന്നും നിങ്ങളെ ചെയ്തുകൂടെ കാണിക്കാം. നമുക്ക് ഒരു ഇത്ര ഡീസലിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം കണ്ടോ, നിങ്ങൾക്ക് ഇത്രയും ബാക്കിയുണ്ട്. ഇത്രയും യൂസ് വരത്തില്ല, എന്നാലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ ഇത്രയെങ്കിലും എടുക്കണം. ഇനി ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം. ഗൈസ്, ഒരു പെഡോക്ക് സ്റ്റാൻഡൂടെ ഉണ്ടായിരുന്ന ഈ പണി 10 ഇരട്ടി എളുപ്പമായതിന്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടായിരിക്കും ഇതെല്ലാം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഗൈസ്, ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൂത്ത് വിട്ടാൽ മതി. നല്ല രീതിയിൽ ഇതിൻ്റെ ഗ്രീസ് എല്ലാം പോകുന്ന രീതിയിലൊന്ന് തൂത്തിട്ടാൽ മതി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ചെയിൻ ക്ലീനിങ്ങിനെ എങ്ങനെ ഇത് പെട്ടെന്ന് വെച്ച് നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.